celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ലോകപ്രശസ്ത ശിശുരോഗ വിദഗ്ധനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ ഡോക്ടർ ജേക്കബ് ഈപ്പൻ ഫൊക്കാന ട്രസ്റ്റി ബോർഡ് അംഗമായി മത്സരിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി ഫൊക്കാന വെസ്റ്റേൺ റീജിയൻ RVP ആയി പ്രവർത്തിക്കുന്ന അദ്ദേഹം സംഘടനയിലും സമൂഹത്തിലും സുപരിചിതനാണ്. മുഖ്യധാരാ തലത്തിലും ഏറെ നേട്ടം കൈവരിച്ച മലയാളി. ഏഷ്യാനെറ്റിന്റെ മികച്ച ഡോക്ടർ എലീസ് ഐലൻഡ് മെഡൽ എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി വാഷിംഗ്ടൺ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ബോർഡ് അംഗം, നിലവിൽ ബോർഡ് പ്രസിഡന്റ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 36,000 വോട്ടുകൾ നേടിയാണ് 6ാം തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. 6 തെരഞ്ഞെടുപ്പുകളിൽ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് എതിരാളിയെ നേരിടേണ്ടി വന്നത്. ബാക്കിയൊക്കെ ഏകകണ്ഠമായിരുന്നു. ഇത് മലയാളി സമൂഹത്തിൽ മറ്റാർക്കും ഇതുവരെ കൈവരിക്കാനാകാത്ത നേട്ടമാണ്. ഇലക്ഷൻ അദ്ദേഹത്തിന് പുത്തരിയല്ലെന്ന് വ്യക്തം. ഫ്രീമോണ്ട്, ന്യൂവർക്ക്, യൂണിയൻ സിറ്റി, സൗത്ത് ഹേവാർഡ് എന്നിവിടങ്ങളിലെ 300,000-ലധികം ആളുകളുടെ ആരോഗ്യ പരിരക്ഷ വാഷിംഗ്ടൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ പരിധിയിലാണ്. ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ജീവനക്കാരുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നതാണ് ബോർഡിന്റെ ഉത്തരവാദിത്തം. കാലിഫോർണിയയിലെ അലമേഡ കൗണ്ടി ഹെൽത്ത് സർവീസിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ ഈപ്പൻ നോർത്ത് കാലിഫോർണിയയിലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ്. കാലിഫോർണിയയിലെ ബോർഡ് ഓഫ് അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഡിസ്ട്രിക്റ്റുകളിൽ സേവനമനുഷ്ഠിച്ചു. അതോടൊപ്പം 500 ആശുപത്രികളെ പ്രതിനിധീകരിക്കുന്ന കാലിഫോർണിയ ഹോസ്പിറ്റൽ അസോസിയേഷന്റെ ഭരണസമിതിയിലും സേവനമനുഷ്ഠിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ബെർക്ക്ലി സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് അഡ്വൈസറി ബോർഡ് അംഗമാണ്. കേരള സർക്കാരിന്റെ ആരോഗ്യ ഉപദേഷ്ടാവ് കൂടിയായ അദ്ദേഹം നിരവധി കമ്പനികളുടെ ഉപദേശക ബോർഡുകളിലുമുണ്ട്. ആത്യന്തികമായി ടീം വർക്കാണ് വിജയിപ്പിക്കുന്നതെന്നും അദ്ദേഹം അനുഭവത്തിൽ നിന്നും പറയുന്നു. ഫൊക്കാനയിലും എല്ലാവർക്കുമൊപ്പം സൗഹൃദപൂർണമായി പ്രവർത്തിക്കും. എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തുന്നത് തുടരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോവിഡിനെ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി പ്രഖ്യാപിച്ചപ്പോൾ ICUവിലെ സേവനങ്ങൾ വിപുലീകരിച്ചതും കോവിഡ് പരിശോധനയിലും പ്രതിരോധ കുത്തിവയ്പ്പുകളിലും സൈറ്റുകൾ വിപുലീകരിച്ചതും കമ്മ്യൂണിറ്റിയിൽ ഗണ്യമായ അളവിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയതും അഭിമാനത്തോടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പൂർത്തിയാക്കിയ ശേഷം വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലും CMC ലുധിയാനയിലും ഉപരിപഠനം നടത്തിയ ഡോക്ടർ ഈപ്പൻ ടാൻസാനിയയിലെ ആഗാഹൻ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായിരുന്നു. തുടർന്ന് നൈജീരിയയിലെ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഹോസ്പിറ്റലിൽ 3 വർഷം പ്രവർത്തിച്ചു. 1984-ൽ USAയിലെ ബെർക്ക്ലിയിൽ കാലിഫോർണിയ സർവകലാശാലയിൽ ഉപരിപഠനം നടത്തി. തുടർന്ന് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഓഫ് റെഫ്യൂജീസുമായി ഫിലിപ്പീൻസിൽ ഒരു അസൈൻമെന്റ് സ്വീകരിച്ചു. അവിടെ ഏകദേശം 60,000 ഇൻഡോ ചൈനീസ് അഭയാർത്ഥികളുടെ ജീവിതം ആ കരങ്ങളിലായിരുന്നു. മടങ്ങിയെത്തിയ ശേഷം പാലോ ആൾട്ടോയിലെ സ്റ്റാൻഫർഡ് സർവകലാശാലയിൽ നിന്നും MD പൂർത്തിയാക്കി. ആദ്യത്തെ കാലിഫോർണിയ മെഡിക്കൽ ബോർഡിന്റെ ഫിസിഷ്യൻ റെക്കഗ്നൈസേഷൻ അവാർഡ് ലഭിച്ച ഡോക്ടർ ഈപ്പനും ഫ്രണ്ട്സ് ഓഫ് സൗത്ത് ഏഷ്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റീസിന്റെ മദർ തെരേസ അവാർഡ്, ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ അച്ചീവ്മെന്റ് അവാർഡ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, മെഡിക്കൽ കോളേജ് അലുമിനി അവാർഡ്, തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള സൈനിക് സ്കൂളിൽ നിന്നും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.